അപ്പോൾ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ ടാറ്റു ഒക്കെ അതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ? ഈ ടാറ്റുവിന് അങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട്. അങ്ങനെ വിവാദപരമായിട്ടുള്ള ടാറ്റുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതാ ഞാൻ ചോദിച്ചത്, രാവണന്റെ ടാറ്റു. അത് പണ്ട് കോളേജ് ടൈമിൽ ഒരു ചർച്ചയായിട്ടുള്ള കാര്യമാണ്. എന്താണ് ഈ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാമന് പകരം എന്തുകൊണ്ടാണ് രാവൺ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കലിയുടെ വേൾഡാണത്. ദിസ് ഈസ് എ കലിയുഗ്. ഇവിടെ രാവണൻ എന്ന് പറയുന്ന രാവണൻ എന്ന കഥാപാത്രമല്ല, രാവണൻ എന്ന പേര് കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഇൻഡ്യൂഷനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അല്ലാതെ സീതയെ തട്ടിക്കൊണ്ട് ഒരു രാവണൻ, അല്ലെങ്കിൽ രാമന് എതിരെ നിന്നൊരു രാവണൻ, അങ്ങനെയല്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു രാവണൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് എവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നും ആ ഇൻസ്റ്റിങ്ക്റ്റിനെ തൊട്ടറിയുമ്പോൾ ഒരു ആനന്ദം കിട്ടുന്നുണ്ടെന്നും അതിലൂടെ എനിക്ക് ട്രെമൻഡസ് ആയിട്ടുള്ളൊരു ഗട്ട്സ് എൻ്റെ സിരകളിൽ വരുന്നു എന്ന് തോന്നലുള്ളപ്പോൾ ചെറുപ്പകാലഘട്ടങ്ങളിൽ ചെയ്തൊരു ക്രൈസാണത്. ഇത് രാവണൻ എന്ന് പറയുമ്പോൾ പവറിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് അതാണോ? വി ബിലീവ് ഇൻ പവർ, അഗ്രഷൻ, ഗട്ട്സ്, ഹെയ്റ്റ്, എക്സെട്ര.